അതെ, നമ്മൾക്കൊന്നൊരു ആടിൻതല കറി വെച്ചാലോ. കുറുകിയ ഗ്രേവിയോട് കൂടി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അതിനിതാ ഒരു സ്പൂണ് ചെറിയ ജീരകം, ഒരു സ്പൂണ് വലിയ ജീരകം കൂടി എടുത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തോളി കേട്ടോ. നിങ്ങളെ കയ്യിൽ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുത്തോളി. ചെറിയ ഉള്ളി 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആടിൻതല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ച ജീരകം ചേർത്ത് കൊടുക്കുക. 3 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക്, 1/2 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് 1 ലെമണിന്റെ പകുതി എടുത്തിട്ട് അതിന്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത ചെറിയ ഉള്ളി പച്ചമുളക് കൂടി ചതച്ചെടുത്തതാണിത്. അതുകൂടി ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം. മുളക് പൊടി ഇതിലേക്ക് തൊടുകയോ വേണ്ടട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇതാ ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ പാത്രത്തിൽ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 5 6 വിസിലടുപ്പിച്ചെടുക്കാം. കുക്കറിൽ അതിവിടെ 6 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ കുക്കറിലുള്ള ആടിൻതല വേവിച്ച് വെച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റ് ട്രൈ ആണ്. ആടിറച്ചിയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ്. താങ്ക്